ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 24. ഉദാരമായ ദാനം. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ലേവ്യ പുസ്തകം 19 അധ്യായം 10 ജനറൽ ചാൾസ് ഗോർഡൻ വിക്ടോറിയ രാജ്ഞിയെ ചൈനയിലും മറ്റും സേവിച്ചിരുന്നു. പിന്നീട് ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ 90% ദാനം ചെയ്തു. തൻ്റെ നാട്ടിലെ ഒരു ക്ഷാമത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും തനിക്ക് ലഭിച്ച ശുദ്ധമായ സ്വർണത്തിൻ്റെ ഒരു മെഡലിൽ നിന്ന് ലിഖിതം ചുരണ്ടിയെടുത്തിട്ട് അതുരുക്കി പണം വാങ്ങി പാവങ്ങൾക്ക് അപ്പം വാങ്ങാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആ മെഡൽ അദ്ദേഹം അങ്ങോട്ടയച്ചു. ആ ദിവസം അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഈ ലോകത്ത് എനിക്കുണ്ടായിരുന്നതും വിലയേറിയതുമായി കണ്ടതുമായ അവസാനത്തെ ഭൗമിക വസ്തു ഞാൻ കർത്താവായ യേശുവിന് നൽകി. ജനറൽ ഗോർഡന്റെ ഔദാര്യത്തിന്റെ തോത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലും മുകളിലാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവം എപ്പോഴും ആവശ്യത്തിലിരിക്കുന്നവരെ കരുതാൻ തൻ്റെ ജനത്തോട് അരുളിയിട്ടുണ്ട്. മോശയിലൂടെ അവൻ നൽകിയ ചില നിയമങ്ങളിൽ ദൈവം ജനങ്ങളോട് അവരുടെ വയലിൻ്റെ അരികുകളിൽ കൊയ്യുകയോ മുഴുവൻ വിളയും ശേഖരിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചു. ഒരു മുന്തിരിത്തോട്ടം വിളവെടുക്കുമ്പോൾ ദരിദ്രർക്കും പരദേശികൾക്കും വേണ്ടി താഴെ വീഴുന്ന മുന്തിരിപ്പഴം ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. തൻ്റെ ജനം മറ്റുള്ളവരെക്കുറിച്ച് ബോധവാന്മാരാകുവാനും അവരുടെ ഇടയിൽ ദുർബലരായവർക്ക് സഹായം നൽകുവാനും ദൈവം ആഗ്രഹിച്ചു. നാം ഔദാര്യമുള്ളവരാണെന്ന് തോന്നാമെങ്കിലും മറ്റുള്ളവർക്ക് നൽകാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുവാനും അതിനുള്ള സൃഷ്ടിപരമായ വഴികൾക്കായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായും നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം. തൻ്റെ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. ചിന്തിക്കുക. പ്രായോഗിക സഹായം, മറ്റുള്ളവരെ കേൾക്കുന്ന ചെവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഔദാര്യം കാണിക്കാനാകും? എപ്പോഴാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഔദാര്യം സ്വീകരിക്കുവാൻ ഇടവന്നിട്ടുള്ളത്? നിങ്ങൾക്ക് അത് എങ്ങനെ തോന്നി? ദൈവത്തിന് മഹത്വം.